ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ടൂറ് പോകുകയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമായിട്ടൊരു ടൂറാണ് കേട്ടോ. ആണുങ്ങളെന്നും കൂട്ടുന്നില്ല. എന്നും ഉണ്ടല്ലോ ആണുങ്ങൾ ഇങ്ങനെ ടൂർ പോകണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കാണ് കേട്ടോ ടൂറ്. ആണുങ്ങൾ ഉണ്ട് കേട്ടോ, ഒരു ഡ്രൈവറും പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് രണ്ടാൾക്കാരും കൂടി ഉണ്ട്. നമ്മൾ അറിയുന്ന ആളെ മക്കൾ തന്നെയാണ് കേട്ടോ അവരും. അപ്പോൾ അവരെ വെറുതെ നമ്മളെയൊക്കെ ഒന്ന് മേയ്ക്കാൻ ആരെങ്കിലും വേണ്ട രണ്ടാൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ അവരെ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ നാട്ടിലത്തെ എല്ലാവരും ഇതാ കൂട്ടിയിരിക്കണം. നമ്മളെ ചങ്കുകളും പിന്നെ നമ്മളെ കുട്ടികളും മക്കളും അങ്ങനെ അമ്മമാരും പിന്നെ അമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ നല്ല ഹാപ്പിയിലാണ് ആൾക്കാർ, കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോവല്ലേ. അപ്പോൾ ഇതാ നമ്മളെ ബസ് എത്തിക്കഴിഞ്ഞിട്ടാ. ബസ് 6:30ക്കാണ് വന്നിക്കണം, 6:30 കഴിഞ്ഞിക്കണ് ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാ ബസ്സിലൊക്കെ അങ്ങോട്ട് കയറുക, കുത്തി തിരക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സീറ്റും ലാവശ്യമായി അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ പോയി കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ബസ് കയറുകയാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടായ്മ നല്ലൊരു സ്നേഹത്തോടെ കഴിയുന്ന എന്തൊരു രസമാണല്ലേ അത്. അപ്പോൾ എല്ലാവരും നല്ല ഒരുമയും അങ്ങോട്ട് പരസ്പരം നല്ല സ്നേഹവും ഒക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എന്ത് പരിപാടിയാണെങ്കിൽ ഇങ്ങനെ ഒത്തൊരുമിച്ച് പോകണമല്ലോ ഏത് നാട്ടിലും. അപ്പോൾ നമ്മൾ എന്നും ഈ അടുക്കളയിൽ കൂടി കടന്ന് ഓടിക്കളിക്കുന്ന ആൾക്കാരല്ലേ നമ്മളൊക്കെ. അപ്പോൾ ഇന്നൊരു ദിവസം നമുക്ക് അടുക്കളയൊക്കെ നമ്മളെ പുതിയാപ്പിള്ളേർക്ക് അങ്ങനെ വിട്ടുകൊടുത്തേക്കണം കേട്ടോ. അടുക്കളയും മക്കൾ പറഞ്ഞാൽ ചെറിയ കുഞ്ഞു മക്കളൊക്കെ എടുത്തേക്കണം കേട്ടോ. പിന്നെ നിർത്തി പോരാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ യാത്ര തുടങ്ങിയപ്പോൾ ബസ്സിൻ്റെ ഉള്ളിൽ നല്ല പാട്ടൊക്കെ കേട്ടോ. പാട്ടൊക്കെ അങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും കാലൊക്കെ ഇങ്ങനെ ഇളകലും എടുത്തിക്കണം, ഡാൻസ് കളിക്കാനൊക്കെ ഇങ്ങനെ എല്ലാം എടുത്തിക്കണം. അപ്പോൾ കയറിയിരിക്കണേ കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണ്ടേ നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ സൈലൻ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മളെ ചങ്കുകളൊക്കെ ചാടലൊക്കെ തുടത്തിക്കണം കേട്ടോ. അവിടെ നമ്മളെ ചേച്ചി ഇതാ ഒരുറക്കം കഴിഞ്ഞ് എണീച്ച് നിൽക്കുക കേട്ടോ. അത് അവർക്കൊക്കെ കളിക്കണം എന്നിങ്ങനെ ആഗ്രഹമുണ്ട്. നല്ല സന്തോഷം കേട്ടോ. അമ്മമാരെ മുഖത്തും നമ്മളത് താത്താരും എന്തോ ഒരു ഹാപ്പിയാണ്. അപ്പോൾ അവരൊക്കെ കൂട്ടി ഇങ്ങനെ ഒന്ന് പോകുമ്പോൾ നല്ലൊരു രസം തന്നെയാണ് കേട്ടോ. അപ്പം ഇതാ നമ്മളെ ഒക്കെ കമ്പനിക്കാരനെ കേട്ടോ. അവരൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് പറയണ്ടത്. ഈ വീഡിയോ എടുത്താൽ അത് യൂട്യൂബിൽ വരുന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, ഈ വീഡിയോ ഞാൻ എടുക്കാതിരിക്കാൻ കഴിയില്ല, എടുക്കും, ഞാൻ ഇടും ചെയ്യും. പരമാവധി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഭാഗമൊക്കെ ഞാൻ ഒഴിവാക്കിക്കൊണ്ട് എന്നാലും വേണ്ടില്ല നമ്മൾ ടൂർ പോയ വീഡിയോ എല്ലാവരും ഒന്ന് കാണട്ടെ. നമ്മൾ ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മയും സ്നേഹവും എല്ലാവരും ഒന്ന് അറിയട്ടെ കേട്ടോ. അവരൊക്കെ ഭയങ്കര മടിച്ചുള്ള കേട്ടോ. ഇതാണ്ട് നമ്മളെ ചേച്ചിയൊക്കെ നല്ലോണം അങ്ങോട്ട് ആട്ടി തിമിർത്തിട്ടാണ് പോയത്. ആർക്കും ഒരു ബോറോ ക്ഷീണോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല ഹാപ്പി തന്നെ, ഇരിക്കാനൊന്നും ആർക്കും തോന്നണില്ല. ഒക്കെ സീറ്റിൽ നിന്നൊക്കെ നീച്ച് നല്ല കളിയാണ്. അപ്പം നമ്മളും ഇതാട്ടോ, അത് ഫോണൊക്കെ അപ്പുറത്ത് ഓരോരുത്തർ കൊടുത്തിട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ ഏൽപ്പിച്ചിരിക്കണം കേട്ടോ. ഞാനും പോയി കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല ചെറിയ കളി നല്ല കളി കളിച്ചിരിക്കണം. ബസ്സിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ചാൻസല്ലേ നല്ലോണം മുതലാക്കിയിരിക്കണം കേട്ടോ. ഇതാണ് നമ്മളെ ഉമ്മയാണ് കേട്ടോ, നമ്മളെ താത്തയാണ്. അപ്പോൾ താത്താൻ്റെ പാട്ടും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ നല്ല അടിപൊളി പാടും കേട്ടോ നമ്മളെ മുത്താത്ത. അപ്പം അങ്ങനെ എന്തായാലും ഇതാ ഒക്കത്തിനും നല്ല മൂഡിലാണ്. ഒക്കെ കളിയും കാര്യമൊക്കെ ആരും നമ്മളെ ചീത്ത പറയുന്ന ആൾക്കാരൊന്നും നമ്മളെ ഒപ്പമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ലോണം അടിച്ച് പൊളിച്ച് പോവാം. അപ്പോൾ ഇവിടെ കളിക്കാരൊക്കെ നല്ല ഉഷാറിൽ കളിയൊക്കെ നല്ലോണം അങ്ങോട്ട് അരം കുടിക്കണം കേട്ടോ. ഒന്നും ഇരിക്കണില്ല, സീറ്റ് ആർക്കും വേണ്ട. പിന്നെ നമ്മളെ അമ്മമാരും ഒക്കെ കളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഞാൻ ഒഴിവാക്കിയിരിക്കണം. എന്താ വെച്ചാൽ അതൊന്നും ഇടാൻ പറ്റാത്ത കോലത്തിലുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഇട്ട് വെച്ചാൽ ഈ കാണുന്ന സംഘങ്ങൾ വന്നുകൊണ്ട് ചിലപ്പോൾ എന്നെ പൊളിച്ചെടുക്കും. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല, പരമാവധി ഒക്കെ ഒഴിവാക്കിയിരിക്കണം. അപ്പോൾ ഈ വീഡിയോസൊക്കെ അവർ കാണും കേട്ടോ. ഞാനിനിയിപ്പോൾ എൻ്റെ വീഡിയോ ഇടുന്ന ടൈമൊക്കെ ചോദിച്ചിക്കൂടെ, എത്ര മണിക്ക് അങ്ങനെയെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഇതെന്തായാലും അവർ കാണുമ്പോൾ പറയുകയൊക്കെ ചെയ്യും അവർ. അപ്പോൾ എന്തായാലും നമ്മളിതാ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും പൊറോട്ടയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ രാവിലെ കഴിക്കാനായിട്ട്. അങ്ങനെ ഇതാ കഴിക്കാൻ ഇറങ്ങി. ഞാൻ എന്തായാലും 2 ചപ്പാത്തി കഴിച്ചു, പൊറോട്ട കഴിച്ചില്ല കേട്ടോ. നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ പൊറോട്ട കഴിക്കാൻ ഒരു ഇഷ്ടമല്ല. നമ്മളാളിതാ 2 പൊറോട്ടയൊക്കെ നല്ലോണം കയറ്റിയിരിക്കണം. അങ്ങനെ അവിടുന്ന് പൊറോട്ട കഴിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ബാത്റൂമിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ആ അപ്പുറത്തുള്ളൊരു പെരയാണ്. അപ്പോൾ അവിടെ കയറിയപ്പോൾ ആ കിട്ടിയ ഗ്യാപ്പിൽ അവിടെ നിന്നും വീഡിയോ പകർത്തിയിട്ട് ഒന്നും മിസ്സാക്കിയില്ല, എല്ലാം തൊടുത്തു. അപ്പോൾ നമ്മളതാ അതിലൊരു പാട്ട് കേട്ടോ.
പൂവി മഹദിയായ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി ഫാത്തിമുൻ നബിയെ വിളിച്ചു പെണ്ണെ പേര് ചൊല്ലുമോ ആരോരും കണ്ടിടാദൂരം ഇന്നു നീ എൻ കൂട്ടുകുട്ടി നല്ല പാടുന്ന കേട്ടോ എപ്പോഴേക്കും പാട്ടൊക്കെ പാടും നല്ല വോയിസ് നമ്മളിവിടെ സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല കഴിവന്നെ പാടാൻ നേരം നിന്നു പോയി ഏതോ മായ പോലെ ഒന്നായി നാം നടക്കവേ അങ്ങനെ നമ്മുടെ പാട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും പാട്ടടി അടിച്ച് പൊളിച്ചിട്ട് പാട്ടൊക്കെ പാടി നമ്മളൊരു പാട്ടൊക്കെ പാടിയിരുന്നു. അപ്പോൾ നമ്മളെ ഫോൺ നോക്കിയിട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ വീഡിയോ തന്നെ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് മിസ്സായി. അപ്പോൾ നമ്മളെ പാട്ട് നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ പറ്റിയില്ല അല്ലേ. അപ്പോൾ ഇനി ഒരു ദിവസം ഞാൻ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോയിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാനൊരു എന്തായാലും പാടിയിരിക്കും. അത് കേൾക്കാൻ പറ്റാത്ത പാട്ടാണെങ്കിലും ശരി, ചിലപ്പോൾ നിങ്ങൾ ആ പാട്ടോടുകൂടി എൻ്റെ ചാനലൊക്കെ കാണൽ നിർത്തും ചെയ്യും നിങ്ങൾ കേട്ടോ. അതുകൊണ്ട് പാടാനൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ദിവസം നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ എത്താനായിട്ട് മൃഗശാല കണ്ടിട്ട് വേണം, പിന്നെ നമുക്ക് ആനപ്പന്തി കാണാൻ പോകണം. അപ്പോൾ ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തൃശ്ശൂർ മൃഗശാലയൊക്കെ ഒന്ന് കണ്ടിട്ട് നീങ്ങാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇതാണ് കേട്ടോ. എന്തൊക്കെ ഉണ്ടാവും എന്നോട് ഇങ്ങനെ മോൻ ചോദിച്ചിട്ടുണ്ട്, അവിടെ പുലിയുണ്ടോ, സിംഹമുണ്ടോ, കടുവ അങ്ങനെ ഓരോന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കല്ലേ പോകണം. അപ്പോൾ ഇത് കണ്ടോണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ ഇതുണ്ടാവില്ല. ഓനെങ്ങനെ തട്ട് ഇവിടെ ഇതൊക്കെ നമ്മളെ കമ്പനിക്കാരാണ് കേട്ടോ. എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിതട്ടോ ഉള്ളിൽ കയറി. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഇരിക്കണം കാണുമ്പോൾ നമ്മൾ ചെന്നത് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ആരും നമ്മളെ കണ്ടിട്ട് ഒരു ഇതും ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടില്ലേ മുഖം കണ്ട് തിരിച്ചിരിക്കട്ടെ, എന്തൊക്കെയോ ചൊറിഞ്ഞും മാന്തിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മളെ മൂങ്ങക്കുട്ടന്മാർ അവിടെ ഇങ്ങനെ ഒരു അഞ്ചെണ്ണം ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളിതാ യമ്മു ഓളിങ്ങനെ ഡാൻസും കളിച്ചിങ്ങനെ നോക്കുക കേട്ടോ. എല്ലാവരും നല്ല രസമാട്ടോ. ഒരു നടക്കണ കണ്ടില്ലേ, നടത്തൊക്കെ കാണാൻ ദേഷ്യം വന്ന് പൊയ്ക്കണു. നിങ്ങളിപ്പോൾ ഇന്നെ അങ്ങനെ കാണണ്ടാറ്. ഇവിടെ ഒരാളിതാ വെള്ളത്തിൽ നല്ലോണം മുങ്ങിക്കാത്താന്ന് കിടക്കുകയാണ്. ഇത് ഒരു മരമാണ് കേട്ടോ. മരത്തുമ്മണ്ടല്ലോ ഒരു ബോർഡ്, ഇതിലൊരു കായ ഉണ്ട്, അതുപോലെ പൂട്ടോ, നല്ല രസമുണ്ട് കാണാൻ. നാഗലിംഗ മരം, അങ്ങനെ ഒരു മരം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മക്കൾക്കുള്ള കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക് അവിടെ എത്തിക്കണം. അത് കണ്ടിട്ട് അതിക്ക് കയറാതെ പിന്നെ നമ്മൾ പോയാൽ ആകെ വെള്ളമാകും കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടാപ്പ് ഷൂ ഒക്കെ ഊരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഒന്നും വീഡിയോ അത് എടുത്തിട്ടില്ല കേട്ടോ. ഒരു എൻജോയ് ചെയ്തുകൂടും നല്ലോണം. അത് നമുക്ക് ഇനി കമൻറ്റ് ചിലപ്പോൾ ഓഫായാലും കുറേ കുട്ടികളുള്ളതല്ലേ, അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ഇനി നമുക്ക് കുറേ ആൾക്കാരെ കാണാനുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്കും വേണ്ടി വെയിറ്റ് ചെയ്യാമല്ലേ. അപ്പോൾ കുറച്ച് നമുക്ക് പിന്നെ കുറേ സമയമില്ലല്ലോ, വൈകുന്നേരം വരെയല്ലേ സമയമുള്ളൂ, എല്ലാവർക്കും പോകും വേണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്നൊക്കെ കണ്ട് അങ്ങനെ പോരുക ചെയ്തത് കേട്ടോ. ഇവിടെ ഇതാക്കണു നമ്മളെ ഇതിപ്പോൾ എന്താ സംഭവം ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇടയ്ക്ക് നമുക്കൊരു സെൽഫിയൊക്കെ എടുക്കണ്ടേ ഇങ്ങനെ പോകുമ്പോൾ. ഇത് നമ്മളെ മുത്താത്തിഞ്ഞാനൊക്കെ സെൽഫിയൊക്കെ എടുക്കുന്നു. ഇതാക്കണോ ഒരു കുട്ടാപ്പ് കേട്ടോ, അടിപൊളി ഒരു ജമുട്ടൻ സാധനം. ഇതിൻ്റെ പേരെന്താ വെച്ചാൽ ടൂട്ടു ആണ് അത്ര കേട്ടോ. പേര് ആർക്കും അറിയില്ല. കുറേ നേരം ഞാൻ എന്താ പേര് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ബോർഡ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ശ്രദ്ധ ഒന്നും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ആൾ നല്ല കുളിയിലാണ്. ആൾക്ക് കുളിക്കുന്നത് നല്ല ഇഷ്ടമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരാളവിടെ കിടന്നുറങ്ങുകയാണ്. എനിക്കിപ്പോൾ നിങ്ങളെ കാണാനൊന്നും ഒഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുഖം തിരിച്ച് അങ്ങോട്ട് ഇരുന്നിക്കണം കേട്ടോ. അപ്പം നമ്മൾ ചെന്നത് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരാൾ കിടക്കല്ല ഇങ്ങനെ നോക്കണം കേട്ടോ. നമ്മളിങ്ങനെ ആരൊക്കെ ഇപ്പോൾ നമ്മളെ കാണാമെന്ന്, അവരൊക്കെ ഒരു ഭാഗ്യമില്ലേ, ഒരു ദിവസം ഇത്ര ആൾക്കാരെ അവരെ കാണാൻ നമ്മളൊന്നും ആരും കാണാൻ വരുന്നില്ലല്ലോ ആലോചിച്ചിട്ടോ. ഇവിടെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്താണ് കേട്ടോ. ആരപ്പോൾ അത് എനിക്കിപ്പം നിങ്ങളോട്
എന്നോട് നിങ്ങളെ നോക്കാനൊന്നും അല്ല ഇപ്പോൾ സമയം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തത്. അങ്ങനെ ഇതാ ഇപ്പുറത്ത് വന്നപ്പോൾ നല്ല പേ നോക്കല അവിടെ കേട്ടോ, പേ നിറയെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ എടുക്കണുണ്ട് കഴിക്കണമുണ്ട്. അവർക്ക് ഇന്ന് ഭക്ഷണം എന്നൊന്നും വേറെ വേണ്ട കേട്ടോ. അപ്പോൾ അമ്മയെ തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ, അത് നല്ല ഉറക്കണം. അല്ലെങ്കിൽ നമുക്കും ഉണ്ടാവട്ടെ, എനിക്കും ഉണ്ട് കേട്ടോ ഇങ്ങനെ തലയിലൊക്കെ നമ്മൾ അരിയിലൊക്കെ വാർന്ന് തരിക പേനൊക്കെ തരികയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഉറക്കം വരില്ലേ, ആ ഒരു സുഖം വേറെ ലെവൽ തന്നെ അല്ലേ. അപ്പോൾ അതാ നിങ്ങളവിടെ പേ നോക്കി ഇരുന്നോളിയും പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് പോന്നപ്പോൾ ഇവിടെ ഇതാ നല്ല മയക്കത്തിലാണ്. എന്ത് പറ്റി ഇവർക്കൊക്കെ നല്ല മയക്കാണെന്നൊക്കെ പറഞ്ഞു. കുട്ടികൾക്ക് ഇങ്ങനെ അവരെ ഇങ്ങനെ കാണുന്നതല്ല ഇഷ്ടം. അവിടെ ഒരാളതാ കറുത്തിട്ടാണ് നല്ല നീളത്തിൽ അവിടെ ചുറ്റി വരിഞ്ഞ് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരാളിങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. ഇടക്ക് ഈ ഗ്ലാസിൻ്റെ അവിടെ ഇരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്കൊരു ധൈര്യക്കുറവ്, അപ്പോൾ ഞാൻ അതങ്ങോട്ട് പോയിട്ടാണ് വീഡിയോ എടുത്ത്. പിന്നെ അതാ കുറച്ച് അപ്പോൾ ഇപ്പുറത്ത് കേട്ടോ ഒരു ഉടുമ്പക്കുട്ടൻ നാവുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ തീർന്നിട്ടില്ല കേട്ടോ. ഇനി ഞങ്ങൾ ഗുരുവായൂർ ആനപ്പന്തി കാണാനായിട്ട് എത്തിയിട്ടുണ്ട്, മൃഗശാലയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് നാളെയാണ് കേട്ടോ ഇടുന്നത്, നാളത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നാളെ കാണാം. ബൈ.